ആ ഈ പണം എനിക്കല്ല, ബോസിനാണ്. പാർട്ടി ഫണ്ട്, ഇലക്ഷൻ, ആശ്രിതന്മാർക്ക് വേറെ, അങ്ങനെ എന്തെല്ലാം ചെലവുകൾ. ഇതിൽ ഒരു ബിൽ കളക്ടറുടെ റോളേ എനിക്കുള്ളൂ. പിരിഞ്ഞു കിട്ടുന്ന കാശ് അവിടെ എത്തിക്കുക. എന്നും ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടിച്ചാ ഞാൻ തന്നില്ലെങ്കിലോ? ഇനി നിങ്ങൾക്ക് വരുന്ന സ്പിരിറ്റ് ലോറികൾ സ്മൂത്തായി ചെക്ക് പോസ്റ്റ് കടന്നില്ല എന്ന് വരും. പിന്നെ ബോംബെ അധോലോകവുമായി നിങ്ങൾക്കുള്ള എല്ലാ ബിസിനസ്സുകളും എനിക്കറിയാം കേട്ടോ ബാല. അതിനും ചില ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് വരും. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനല്ലാതെ മിസ്റ്റർ വഴിത്തല ശശിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റൂ? തീർച്ചയായും. ഇവിടെ മറ്റാരെക്കാളും എനിക്കാണ് അതിന് കഴിയുക. പക്ഷേ ഈ വക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോ ഒരു ഉണർവിനു വേണ്ടി ചില സൽക്കാരങ്ങൾ സ്വീകരിക്കുന്ന പതിവുള്ളവനാണ് ഞാൻ. അങ്ങനെ ഒരു പതിവ് എനിക്കില്ല. അല്ല, ഞാൻ ആലോചിക്കുക, ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഓരോ സ്വഭാവേ. ഇനിയിപ്പോ മോടെ കാര്യത്തെ എന്താ ചെയ്യാൻ പോകുന്നേ? പണ്ട് ഞങ്ങൾ പറഞ്ഞു വെച്ചൊരു ചെറുക്കനുണ്ടേ, ഇനി ആ കല്യാണം പെട്ടെന്ന് അങ്ങോട്ട് നടത്തണം. ആരത്? എടി നമ്മുടെ മഹേഷേ, ആ പോലീസിലെ. കുടുംബത്തിൽ IPS കാരൻ വന്ന് കയറണത് ഒരു ഭാഗ്യമല്ലേടി പെണ്ണെ. എടുക്ക്. ആരാ? നിന്റെ മറ്റവൻ അവിടെ ഇല്ലടി, ദാസപ്പൻ. കൊടുക്ക. ചൂലേ, ആരടാ നീ? രാത്രി വിളിച്ച് അനാവശ്യം പറയുന്നോ? ആരാണ്? ആരാണ്ടാ? മകനെ, നീ എനിക്കിട്ട് എന്നാ ചെയ്യൂടാ? എന്ത് ചെയ്യാൻ പറ്റുമെന്ന് താൻ ന്യൂസ് പേപ്പർ വായിച്ചറിഞ്ഞാ മതി. കള്ളപ്പണം കൊണ്ട് താൻ പലരുടെ പേരിലും വാങ്ങിക്കൂട്ടിയ വസ്തുവകളുടെ ആധാരത്തിന്റെ പകർപ്പ് എന്റെ കൈവശം ഉണ്ട്. താൻ ചെയ്ത കുഴൽപ്പണം ഇടപാടും കള്ളക്കടത്തും കഞ്ചാവ് കൃഷിയും ഞാൻ വെളിപ്പെടുത്തും. എടോ, വഴിത്തല ശശിയോടൊപ്പം ബോംബെ സ്പിരിറ്റ് മാഫിയുമായിട്ട് താൻ ചേർന്ന് നടത്തുന്ന കൂട്ട് കച്ചവടത്തിന്റെ എല്ലാ തെളിവുകളും എന്റെ കൈവശം ഉണ്ട് ദാസപ്പ. എടാ കൊള്ള കഴിവേറിക്ക മകനെ, അങ്ങനെ വല്ലതും ചെയ്ത നിന്നെ ഞാൻ കഷ്ണം കഷ്ണമായി വെട്ടി ചോർക്കും. താൻ തൊലിക്കും. എന്നാലേ കേട്ടോ, 2 ദിവസത്തിനും താൻ അകത്താകാൻ പോവുക. എടാ എരുമ ദാസപ്പ, നിന്നെ കൊണ്ട് കമ്പി അടി എണ്ണിച്ചില്ലെങ്കിൽ എന്റെ പേര് ഹരികൃഷ്ണൻ എന്നല്ല. എന്താ എന്താ കാര്യം? നിങ്ങൾക്ക് എന്തു പറ്റി? അച്ഛനേന് മുമ്പ് ആ പീറ വക്കീലിനെ ഞാൻ കൂടെ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നോടാ. എവിടെയാടാ നീ രേഖകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു റെക്കോർഡും എന്റെ കയ്യിലില്ല. ദാസപ്പ മുതലാളിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഞാനൊരു കള്ളം പറയുന്നോടാ റാസ്കൽ. ആ നായെ, മര്യാദയ്ക്ക് നീ എടുത്തു തന്നിനെ നിന്നെ കൊന്നുകളഞ്ഞ. എവിടെ റെക്കോർഡ്സ് എല്ലാം? അതെല്ലാം ഞാൻ ബാലേന്ദ്രനെ ഏൽപ്പിച്ചിരിക്കാൻ. ഏത് ബാലേന്ദ്രൻ? അബ്കാരി കോൺട്രാക്ടർ ബാലേന്ദ്രൻ. മിസ്റ്റർ ബാലേന്ദ്രൻ, നിങ്ങളുടെ കയ്യിൽ ഇവൻ ഏൽപ്പിച്ചിട്ടുള്ള റെക്കോർഡുകളെല്ലാം ഞങ്ങൾക്ക് തരണം. റെക്കോർഡുകളോ? അതെ ബാലേട്ടാ. ഒരു മിനിറ്റ്. കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ കസ്റ്റഡിയിലെടുത്ത് ഉപദ്രവിക്കുകയായിരുന്നു അവര്. രക്ഷപ്പെടാൻ ഈ ഒരു വഴിയെ കണ്ടുള്ളൂ. സഹായിക്കണം. ഓ, ആ റെക്കോർഡ്സ് അല്ലേ? ഹരി വരൂ. സാർ ഇരിക്കണം പ്ലീസ്. ഇരിക്കാനൊന്നും സമയമില്ല, എനിക്ക് റെക്കോർഡ്സ് വേണം. അതെടുക്കാനല്ലേ അവർ പോയിരിക്കുന്നത്? ദാസപ്പന്റെ മകളുമായിട്ട് അടുപ്പത്തിലായിരുന്നു എന്നതൊഴിച്ചാൽ മറ്റൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ആ രേഖകളൊക്കെ എന്റെ കയ്യിലുണ്ടെന്ന് പറയാൻ കാരണം? ശത്രുവിന്റെ ശത്രു മിത്രമാണെന്നല്ലേ പറയാറ്. ഞാൻ ബാലേന്ദ്രനാണ് സാർ. മനസ്സിലായി. ആ തിരുത്തൽവാദി. കൊടുക്ക് സാർ. അത് മാത്രമല്ല സാർ, രാഷ്ട്രീയ വൈരാഗ്യം കൂടിയുണ്ട് ഇതിന്റെ പിന്നിൽ. എന്താ അവരവിടെ ചെയ്യുന്നത്? വിളിക്കേ, അല്ലെങ്കിൽ എനിക്ക് കയറി നോക്കേണ്ടി വരും. അതൊന്നും നടക്കില്ല.
സമ്മതമില്ലാതെ ഈ വീടിന്റെ അകത്ത് കയറിയ ഒരു പ്രതിയെ ഒളിപ്പിക്കുന്നത് കുറ്റകരമാണെന്നറിയാമോ? ഓ എക്സ്ക്യൂസ് മീ, യുവർ DGP is on the line. ഹലോ സർ. സർ, പക്ഷെ ഇവൻ പറഞ്ഞതനുസരിച്ചാ മതി. താൻ പൊയ്ക്കോ. സർ. ബാലേട്ട, നന്ദി എന്ന വാക്കിൽ ഞാൻ ഒതുക്കുന്നില്ല. ഒരു അനാഥാലയത്തിൽ അച്ഛനും അമ്മയും ആരെന്നറിയാതെയാണ് ഞാൻ വളർന്നത്. ജീവിക്കാൻ വേണ്ടി പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനെ ഒരു അവസരത്തിൽ എന്റെ ജീവൻ രക്ഷിച്ച നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഹരി അനാഥനല്ല. പണ്ട് വിപ്ലവവീര്യം കത്തിജ്വലിച്ചു നിന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് എന്റെ മനസ്സിൽ. അയാളെ ഞാൻ സഹായിച്ചത്. കീപ് ഇറ്റ് അപ്പ്. പോലീസിൽ മിസ്റ്റർ ക്ലീൻ നടിച്ചു നടക്കുന്ന DGP ഇപ്പൊ കള്ളു കച്ചവടക്കാരൻ ബാലേന്ദ്രന്റെ കീഴിലാണോ ജോലി ചെയ്യുന്നത്? നാണം കെട്ട ഇയാളെ. ശശി, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ ഒരാളെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാതെ നിങ്ങൾ തടഞ്ഞോ? അതും CM-നെ തിരുത്താൻ നടക്കുന്ന ഒരു ക്രിമിനലിന് രക്ഷപ്പെടാൻ നിങ്ങൾ എന്തിനു കൂട്ടുവന്നു? കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ പോലീസ്, അല്ലാണ്ട് വിട്ടുകൊടുക്കണമെന്നല്ല. പറയണം മിസ്റ്റർ. കള്ള് കച്ചവടക്കാരുടെ വാലായി അവര് തരുന്ന കള്ളും കുടിച്ച് നടക്കുന്നവര് യൂണിഫോമിനെ കുറിച്ചും അത് തരുന്ന അധികാരത്തെ കുറിച്ചും മിസ്റ്റർ സംസാരിക്കുന്നു. മാത്യു, എക്സ്ക്യൂസ് മീ സർ, ഇഫ് യു വാണ്ട് ആൻ എക്സ്പ്ലനേഷൻ ആസ് എ പോലീസ് ഓഫീസർ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു ഗിവ് യു. പക്ഷെ അത് ഇവിടെ മുമ്പ് വെച്ച് വേണ്ട. വേണം. പരാതിക്കാർ ഇവരാണ്. സത്യം എനിക്കറിയണം. ശരിയെങ്കിൽ പറയാം. കൂടുതൽ വഷളാകാതിരിക്കാൻ വേണ്ടി ഞാനത് ചെയ്തു, അങ്ങയുടെ രക്ഷയ്ക്ക് വേണ്ടി. എന്റെ രക്ഷയ്ക്കോ? അതെ. അല്ലെങ്കിൽ ഇയാൾ പറയട്ടെ, എന്തായിരുന്നു ഹരികൃഷ്ണന്റെ പേരിലുള്ള കുറ്റം? എന്തിനായിരുന്നു അയാളെ കസ്റ്റഡിയിലെടുത്തത്? Come on, tell me, what was the charge against him? സർ, അത് ഞാൻ ഇയാളുടെ മകളുമായി അയാൾക്ക് അടുപ്പമുണ്ടായിരുന്നു. അതിനാണോ ഹരികൃഷ്ണനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി മണിക്കൂറുകളോളം തല്ലിച്ചതച്ചത്, തേജോവധം ചെയ്തത്? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സർ. ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. എന്താണ് മേടിച്ചിരിക്കുന്നത്? പറ. ഇപ്പൊ തന്നെ നാക്കിറക്കിപ്പോയോ? തിരുത്തൽവാദിയായ ഹരികൃഷ്ണനെ പോലീസ് മർദ്ദിച്ചു കൊന്നാൽ ആ കുറ്റം ഏൽക്കേണ്ടി വരുന്ന ആരാണ് സർ? അങ്ങ് തന്നെയല്ലേ? നേരത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു തിരുത്തനെ സ്റ്റേഷനിൽ കൊണ്ട് ഇടിച്ചും തൊഴിച്ചും കൊന്ന് കെട്ടിത്തൂക്കിയ കേസ്. അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഡു യു വാണ്ട് എനി മോർ എക്സ്പ്ലനേഷൻ സർ? സാറേ, ഇങ്ങനെ പറയണത് മുഴുവനും അങ്ങാട്ട് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മേലിൽ ഇത്തരം സില്ലി കേസുമായി എന്റെ മുമ്പിൽ വരരുത്. ശശി, താനും കൂടെ കേൾക്കാനാ പറയുന്നത്. പൊയ്ക്കോളൂ. ഇറങ്ങി പോടോ. സോറി മിസ്റ്റർ മാത്യു. വരൂ. ഇനി ഒരു പ്രധാന കാര്യം. ആ വിജിലൻസ് കേസ് അന്വേഷണം എവിടം വരെയായി? ഇനി താമസിച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങൾ ആ റിപ്പോർട്ട് തരണം. പ്രയാസമുണ്ട് സർ, എനിക്കതിന് കഴിയില്ല. കഴിയില്ലേ? ഉത്തരവാദപ്പെട്ട ഒരു ഓഫീസിൽ നിന്ന് സർക്കാരിന്റെ രഹസ്യരേഖകൾ ചോർന്നു പോയാൽ അതൊരു നിസ്സാര കുറ്റമല്ല. അത് അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ? അന്വേഷിക്കാൻ കഴിയില്ലെന്നല്ല, സത്യസന്ധമായ ജോലി ചെയ്യാൻ പ്രയാസമാണെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ല? ഒരു മർഡർ കേസിലെ പ്രതിയെ കണ്ടെത്താൻ ആ കൊലപാതകം കൊണ്ട് ആർക്കാണ് ഗുണം എന്നാണ് പരിശോധിക്കുക. ഈ വിജിലൻസ് ഫയൽ ചോർന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട IG മാധവൻ നായർക്കോ ബൽറാമിനോ ഗുണമുണ്ടായില്ല. ഉണ്ടായത് വേറൊരാൾക്കാണ്. Who is he? മലപ്പുറത്ത് ലാത്തി ചാർജ് വെടിവെപ്പ് നടത്തിയ മാധവൻ നായർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ ഭരണകക്ഷിയിലെ ഒരു ഗ്രൂപ്പ് സമ്മതിക്കില്ല. ഇടുക്കിയിൽ കഞ്ചാവ് വേട്ട നടത്തിയ ബൽറാമിന് സ്ഥാനക്കയറ്റം കൊടുത്താൽ മറ്റൊരു കക്ഷി പിണങ്ങും. ഈ ഫയൽ ചോർന്നതോടെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാൾ അങ്ങ് തന്നെയല്ലേ. 2 IG-മാരെ ലീവിലായി ചോദിക്കാൻ കഴിഞ്ഞല്ലോ. മിസ്റ്റർ മാത്യു, ആർ യു അക്യൂസിംഗ് മീ? ഐ ആം അപ്രീഷിയേറ്റിംഗ് യു സർ. മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ധർമ്മപുത്രരെ കൊണ്ട് പറയിച്ചില്ലേ, പാതി കളവ് അശ്വത്ഥാമ ഹത. അങ്ങ് നിൽക്കുന്നത് കുരുക്ഷേത്ര ഭൂമിയിലാണ്. സ്വന്തം അണികൾ തന്നെ ആയുധമെടുത്ത് അങ്ങയുടെ... ഇനി നിങ്ങളും എനിക്കെതിരെ ആയുധം എടുക്കരുത് പ്ലീസ്. ഒരിക്കലും ഇല്ല സാർ. പകരം ഒരു സഹായം ചോദിക്കുന്നു. ഈ കുരിശ് എന്നിൽ നിന്ന് ഒന്ന് മാറ്റി തരണം. പെൻഷൻ പ്രായം കഴിഞ്ഞിട്ടും സാറിന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ ജോലി തുടരുന്നത്. നീ വയ്യ, മടുത്തു. എന്നെ പിരിഞ്ഞു പോകാൻ അനുവദിക്കണം. നോ, എന്റെ അനുഭവത്തോട് നിങ്ങൾ പോവില്ല, പ്രത്യേകിച്ചും ഈ സമയത്ത്. അങ്ങയോട് എനിക്ക് ബഹുമാനമുണ്ട്. ഈ വേഷം തുടർന്നാൽ ആ നല്ല ബന്ധം നിലനിർത്താൻ എനിക്ക് പ്രയാസമുണ്ട്.
എന്താ നിങ്ങളുടെ വിഷമം? ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവരും അതുപോലെ പലരും അങ്ങയുടെ പിന്നിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന വൃത്തികേടുകൾ അറിയുന്നവനാണ് ഞാൻ. പക്ഷെ അവരൊക്കെ മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരാണ്. അതുകൊണ്ട് തന്നെ നടപടി എടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ സർവീസ് തുടർന്നും ആവശ്യമുണ്ടെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ എനിക്ക് അധികാരം തരണം. മിസ്റ്റർ മാത്യു, ഗിവ് മീ ആൻ ആൻസർ, യെസ് ഓർ നോ. യെസ്. തെറ്റ് ചെയ്തവരാരായാലും അവർക്കെതിരെ നടപടി എടുക്കുമ്പോൾ ഞാൻ അതിന് തടസ്സമാവില്ല. യു ക്യാൻ പ്രൊസീഡ്. എന്താ ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്താ ഇത്? എന്നാട് വല്ല പോക്കരം കടും കാണിച്ച തന്റെ തൊപ്പിയാൻ തെറിപ്പിക്കും. ആ അയ്യോ, ദാസപ്പനുമായി ബന്ധപ്പെട്ട ഈ രേഖകളിൽ കാണുന്നതല്ലാതെ ഇയാൾ നടത്തിയിട്ടുള്ള മറ്റു ബിസിനസ്സിൽ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കണം സാർ. എവിടെയൊക്കെയാണ് പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ ഭാര്യ ജേഴ്സിയാണ്, മറ്റൊരിടത്തും ഇല്ല. ഈ എഴുത്ത് തന്റെ വിലാസം വന്നല്ലേ? ഇയാള് പൊട്ടിച്ചു വായിച്ചതല്ലേ? മുഖ്യമന്ത്രിയുടെ താല്പര്യം കണക്കിലെടുത്തിട്ടാണ് മഹാരാഷ്ട്ര ഷുഗർ മിൽസ് ഈ നിരക്കിൽ സ്പിരിറ്റ് തരുന്നത്. ഇനി വില കുറയ്ക്കാനാവില്ല. എന്തായിരുന്നോ മുഖ്യമന്ത്രിക്ക് ഈ സ്പിരിറ്റ് കച്ചവടത്തിൽ താല്പര്യം? ഇതുപോലെ എന്റെ പേരിൽ താൻ എത്ര ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ട്? ദാസപ്പൻ നിർബന്ധിച്ചപ്പോ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. എന്നോട് ക്ഷമിക്കണം. എന്റെ സകല തെറ്റുകളും പൊറുക്കണം. വേണ്ട, അങ്ങനെ പറയരുത്. വേണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരിക്കൽ തന്റെ ഈ അഭിനയത്തിൽ വീണുപോയതാണ് എനിക്ക് പറ്റിയ അബദ്ധം. മേലത് ആവർത്തിക്കില്ല. അവിഹിതമായി താൻ ഉണ്ടാക്കിയ പണമല്ലേ വികാസ് പത്രത്തിലും ബാങ്കിലും ഒക്കെ നിക്ഷേപിച്ചിരിക്കുന്നത്? ആ ഒപ്പിട്ട ചെക്കൊക്കെ ഇങ്ങ് തരൂ. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചേരും. എന്നെ ദുരിതപ്പെടുത്താനാണോ ബോസ് ഇങ്ങനെ? ദുരിതപ്പെടുത്താനോ? താൻ ചെയ്ത അഴിമതിക്കും വിശ്വാസവഞ്ചനയ്ക്കും തന്നെ ജയിലിലടയ്ക്കാനും വേണ്ടത്. ഞാനത് ചെയ്യുന്നില്ല. വെക്കോ. മേലിൽ താൻ ഇങ്ങോട്ട് വരരുത്. അല്ലത് പോണോ? സാർ, അയാളെ അങ്ങനെ വിട്ടത് ശരിയായില്ല. വേറെ എന്ത് ചെയ്യാനൊക്കും? എന്റെ പേരിൽ അവൻ നടത്തിയ അഴിമതികൾ പുറത്തു വന്നാൽ, ഞാനത് അറിഞ്ഞിട്ടില്ലെന്നും എനിക്കതിൽ പങ്കില്ലെന്നും പറഞ്ഞാൽ ജനം വിശ്വസിക്കൂ? ഈ ഡോക്യുമെന്റ്സ് മുഴുവൻ നശിപ്പിക്കണം. സാർ, ഒരു ദൈവത്തെയും ഞാൻ ഇതുവരെ തേടിപ്പോയിട്ടില്ല. ഒരമ്പലത്തിലും തൊഴുത് പ്രാർത്ഥിച്ചിട്ടുമില്ല. എങ്കിലും നിന്റെ വിശ്വാസത്തെ ഓർത്തു മാത്രം ഇവിടെ വെച്ച്. വേണ്ട ശിവേട്ട, ഞാൻ പിഴച്ചവള. എല്ലാം എനിക്കറിയാം. ഇനിയെങ്കിലും രക്ഷപ്പെടണ്ടേ? മുമ്പ് നീ എന്നോട് പിണങ്ങി പിരിഞ്ഞതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. എന്നെ വെറുത്തായിരുന്നു അത്. എങ്കിൽ പറ, ഇഷ്ടമില്ലെന്ന്, എന്നോട് സ്നേഹമില്ലെന്ന്. എനിക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യം വരില്ല. 21 MLA മാർ ഞാൻ ഞൊടിച്ചാൽ എന്റെ കൂടെ പോരും. വേണമെങ്കിൽ ഈ നിമിഷം ഞാൻ ദിവാകരന്റെ കസേര തെറിപ്പിച്ച് കാണിച്ചു തരാം. വേണം? അല്ലാതെ തന്നെ തെറിക്കുന്ന മട്ട മജ്ലിസ് പാർട്ടി അടഞ്ഞു നിൽക്കുകയല്ലേ ആ പള്ളി കേസില്. അങ്ങനെ വന്നാൽ ഇവിടെ ജയിക്കുക ഇടതുപക്ഷമാവും. അതിനനുവദിച്ചുകൂടാ. ദിവാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയൊരു മന്ത്രിസഭ ഉണ്ടാക്കുക. അതിനാണ് ശ്രമിക്കേണ്ടത്. 21 MLA മാർ മിസ്റ്റർ വഴിത്തലയുടെ കയ്യിലില്ലേ? മാത്തച്ഛന്റെ മലയോര കർഷകർ 11, മജ്ലിസിന്റെ 19 ചേർത്താൽ ബാക്കി ഉണ്ടാക്കണം. പണമാണ് അതിന് വേണ്ടത്. പണം കൊണ്ട് മാത്രം അങ്ങനെ മതി. പണമാണ് ഇവിടെ വലുത്. ദുബായിലേക്ക് രക്ഷപ്പെട്ട കള്ളക്കടത്തുകാരൻ ഖാലിദ് സേട്ടുമായി ബന്ധപ്പെടാത്ത എത്ര ദേശീയ നേതാക്കൾ നമുക്കുണ്ട്? അതെ. താനും പോയി കണ്ടില്ലടോ അയാളെ? ഇവിടെ അത് നടക്കും. ഞാൻ കാണിച്ചുതരാം.
ആ എന്തായി ദുബായിൽ നിന്ന് വരുന്ന ഷിപ്പിന്റെ കാര്യം? 2 ദിവസത്തിനകം അവരിവിടെ എത്തും. എങ്കിൽ ചെല്ലും. ഈ ഷിപ്പ് വരുന്ന കാര്യം ശിവനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. എന്താ പാലാട്ട ഇവരൊക്കെ ഇവിടെ? ഞാൻ അവരുമായിട്ടൊരു ബിസിനസ് ഡീല് സംസാരിക്കുകയായിരുന്നു. എനിക്ക് താല്പര്യമില്ല. പൊളിറ്റിക്സ് ഈസ് ദ ആർട്ട് ഓഫ് പോസിബിലിറ്റീസ് എന്ന് വിശ്വസിക്കുന്നവരുമായിട്ട്. അങ്ങനെയുള്ളവരെ നമ്മളുടെ ഒപ്പം ചേരൂ. ഒരു പ്രിൻസിപ്പിൾ ഉറച്ചു നിൽക്കുന്നവരെ അടർത്തിയെടുക്കുക എളുപ്പമല്ല. ഓക്കെ, എന്താ പാലാട്ടത്? ശിവ, അത് എന്നെ മണ്ടനാക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ മാത്തച്ഛനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടു. ഹൈലി എക്സ്പ്ലോസീവ് RDX അല്ലേ ഇത്? ശിവ, ഞാൻ പറയുന്നു. എനിക്കൊന്നും കേൾക്കണ്ട.